ചോറിന് ടൊമാറ്റോ പിക്കിൾ നല്ലൊരു കോമ്പിനേഷനാണ്. ഇപ്പോൾ ടൊമാറ്റോയ്ക്ക് വിലയൊക്കെ കുറവാണ്. അപ്പം ഒരു ടൊമാറ്റോ പിക്കിൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഈ ടൊമാറ്റോ പിക്കിളിന് ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്കതിനൊരു എന്താ പറയണ്ടത്, നാവിലിങ്ങനെ കഴിച്ച് കഴിയുമ്പോൾ അങ്ങനെ നിൽക്കും കുറച്ച് നേരം. അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ നിൽക്കും നാവിൽ. അപ്പോൾ നമ്മളതിന് ഉമാമി ടേസ്റ്റ് എന്ന് പറയും. ഇപ്പോൾ ഒരു മൈൽഡ് ഉമാമി ടേസ്റ്റ് ഈ ടൊമാറ്റോ പിക്കിളിന് നമുക്ക് തരാനായിട്ട് സാധിക്കും. സോ ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ കുറേ ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പിട്ട് വെച്ച് ഒന്ന് പിഴിഞ്ഞെടുത്ത് വെയിലത്ത് വെച്ചൊന്ന് കുറച്ച് ഒരു ദിവസം ഒന്ന് ഉണങ്ങിയിട്ട് ഒന്ന് പിക്കിളിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ശരി, ഇനി നമുക്കിതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം ഒന്ന് നോക്കാം. ടൊമാറ്റോ ചെറുതായിട്ട് നുറുക്കിയെടുത്തു. ഏകദേശം 1 കിലോയോളം ഉണ്ടിത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1 കിലോ ടൊമാറ്റോയ്ക്ക് നമുക്കൊരു 1, 2, 3 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരല്പം നേരം ഉപ്പിട്ട് വെച്ചിട്ട് ഒന്ന് ഊറാൻ വെക്കണം. അതായത് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങി വന്നിട്ട് വേണം നമുക്ക് പിഴിഞ്ഞെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ട് പിക്കിളിടാം. ശരി, ഒരല്പം നേരം ഇനി ഇതൊന്ന് മൂടി വെച്ച് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഊറി വരട്ടെ. തക്കാളി ഏകദേശം ഒരു 2 മണിക്കൂറോളം നമ്മൾ ഊറാൻ വെച്ചു. ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ വെള്ളമെല്ലാം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ തക്കാളി മാത്രമായിട്ട് നമുക്ക് കോരി വേറൊരു പാത്രത്തിലൊക്കെ മാറ്റിയിട്ടിട്ട് ഒന്ന് വെയിലത്ത് കൊണ്ടുവെക്കാം. ഇത് കുറച്ചൊന്ന് ഉണങ്ങിക്കിട്ടാൽ നോക്കാം നമുക്ക് അത് ഇന്ന് എത്രത്തോളം ഉണങ്ങിക്കിട്ടുമെന്ന്. ഞാൻ കൈ കൊണ്ട് പിഴിയുന്നില്ല, സ്പൂൺ കൊണ്ട് കോരിയെടുക്കുന്നതേ ഉള്ളൂ. തക്കാളിയെല്ലാം കോരി മാറ്റിയെടുത്തു. ഇനി നമുക്കിത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. തക്കാളിയിൽ നിന്ന് ഊറി വന്ന നീരാണിത്. ഈ നീര് നമ്മൾ പിക്കിൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. തക്കാളി ഉണങ്ങാനായിട്ട് വെച്ച് ഇനി ഒന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു കനം കുറഞ്ഞ തുണി വെച്ച് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത തക്കാളി ഒരു 20 മിനിറ്റ് നേരം അവനകത്ത് വെച്ച് ബാക്കിയുള്ള വെള്ളം കൂടി ഒന്ന് നന്നായിട്ട് പറ്റിച്ചെടുത്തു. ഇനി നമുക്കിതൊന്ന് അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ച് ഞാൻ ഒരു 1/4 കപ്പോളം നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. സെസമി സീഡ്സ് ഓയിൽ. ഇനി അതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം കായം ഇട്ട് കൊടുക്കാം. ഹിങ്. കായം നന്നായിട്ട് പൊരിഞ്ഞ് വരണം. കായം നന്നായിട്ട് പൊരിഞ്ഞ് വന്ന് ചെറുതായിട്ട് പൊടിഞ്ഞിരിക്കുന്നത് കാണാം. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടുമ്പോഴേക്കും 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും കടുകും നന്നായിട്ടൊന്ന് മൂക്കട്ടെ. കടുക് ഉലുവയൊക്കെ ഒന്ന് പൊട്ടി ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുത്ത്, 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില. എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഒരല്പം കളറൊന്ന് മാറി കറിവേപ്പിലയെല്ലാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു അച്ചാറാണിത്. തക്കാളി ഞാൻ ഒരു 3 ദിവസത്തോളം വെയിലത്ത് വെച്ച്. വെയിലിന് ശക്തിയില്ലാഞ്ഞുകൊണ്ട് അത് നന്നായിട്ട് ഉണങ്ങിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആവനിൽ വെച്ചൊന്ന് വെള്ളം വറ്റിച്ചെടുത്തത്. നല്ല വെയിലുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. 3 ദിവസം
വെയിലത്ത് വെച്ചാൽ നന്നായിട്ട് ഉണക്കിയെടുത്താൽ മതിയാകും. ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില ഇതെല്ലാം നന്നായിട്ട് ഇട്ട് ഇതിലേക്ക് നമുക്ക് ഒരൽപ്പം 1/4 ടീസ്പൂണോളം ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഫെനുഗ്രീക്ക് പൗഡർ 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. വളരെ വേഗത്തിൽ തയ്യാറാക്കാം. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ഉണക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോയാണ്. ഉണക്കി വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് കൊടുത്തു. ഇതൊരു ഹാഫ് ഡ്രൈഡ് ടൊമാറ്റോ ആണ്, ഒരു വെള്ളത്തിൻ്റെ അംശമുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഈ ടൊമാറ്റോയിൽ നിന്ന് ഊറി വന്ന വെള്ളം എടുത്ത് വെച്ചിരുന്നു. ആ വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. അച്ചാറിൻ്റെ മസാലയെല്ലാം ഒന്ന് മിക്സാക്കി ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു 100 ഗ്രാമോളം വാളംപുളി ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്ത് കൊടുത്ത് ഒരു 3 മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം. ഇതെല്ലാം നന്നായിട്ട് മിക്സായിട്ടുണ്ട്. പുളി നല്ല കറുപ്പായിരുന്നു, അതാണ് കളറ് മാറി വെച്ചാൽ ഡാർക്ക് ബ്രൗൺ കളറാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരല്പം കൂടെ കാശ്മീരി 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഒന്ന് ഇട്ട് കൊടുത്ത് ഇളക്കാം. ടൊമാറ്റോ പിക്കിൾ തയ്യാറായി കഴിഞ്ഞ് ഞാറിയിട്ട് നമുക്ക് നല്ലൊരു ഗ്ലാസ് ബോട്ടിലിലിട്ട് അടച്ച് സൂക്ഷിക്കാം.